എന്റെ പൊന്നു സാറേ, ഈ പിള്ളേരുടെ പോക്ക് കാണുമ്പോ എന്റെ നിറുകന്തല പെരുക്കുക. പാപ്പച്ചി വിട്ട പോലീസുകാർക്ക് ഇച്ചിരി പോലും തെറ്റിപ്പോയി. അല്ലെങ്കിൽ രണ്ടിനെയും കയ്യോടെ പിടിക്കാമായിരുന്നു. എറണാകുളത്തും കോട്ടയത്തും ചങ്ങനാശ്ശേരിയിലുള്ള ഹോട്ടൽ മുഴുവൻ അവർ തപ്പി. പക്ഷെ പിള്ളേര് തിരുവല്ലായിലായിരുന്നു. വെളുക്കണേനും അവിടുന്ന് മുങ്ങി. തിരുവനന്തപുരത്തിനാണോ ഊട്ടിക്കാണോ കോഴിക്കോട്ടേക്കാണോ എന്ന സംശയത്തിലാ പോലീസുകാർ. മറ്റ് സ്റ്റേഷനുകളിലേക്കും വിളിച്ച് പറയാനൊക്കത്തില്ലല്ലോ. ഇങ്ങോട്ട് നോക്കിയേ, സാമൂൽ സാറും ഞെളിവരി കൊള്ളണ്ട. ഈ കുഞ്ചെറിയ തറവാടിയാ. നമ്മൾ ഈ പ്രശ്നം സോൾവ് ചെയ്തിരിക്കും. സാറേ വന്നേ, സാറിന് വന്നേ സാറേ, ഒരു കാര്യം പറയട്ടെ. വന്നേ. അതെ, കയ്യിൽ കാശ് തീരുമ്പോ രണ്ടും ഇങ്ങ് തിരിച്ചു വന്നോളും. പിന്നെ ഒന്നും നോക്കണ്ട, രണ്ടിനെയും പിടിച്ചങ്ങ് കെട്ടിക്കാം. തറവാട്ടുകാര് ചിലര് മുറിവുറുപ്പുണ്ടാക്കും. തണ്ടിയും തരവും നോക്കുമ്പോ രണ്ടും രണ്ട് തട്ടിലാണല്ലോ. ഏത് പണവശമാണെങ്കിലും ശരി, സമുദായവശമാണെങ്കിലും ശരി. തോന്നിയാസം കാണിച്ചതും പോരാ, കാശും സമുദായം നോക്കണമെന്ന് വെച്ചാ ആളും ആഘോഷവും ഒന്നും വേണ്ട. ഞങ്ങളുടെ പള്ളി കെട്ടിക്കേറുന്നത് കൊണ്ട് സാമൂൽ സാറിന് വിരോധമൊന്നുമില്ലല്ലോ. അതൊന്നും സാരമില്ല, എവിടെ വെച്ചായാലും ഭംഗിയായിട്ട് നടന്നാൽ അതാണ്ട് അത്രേ ഉള്ളൂ. പിന്നെ പിള്ളേര് മുങ്ങിയിരിക്കുന്ന കാര്യം ഇപ്പൊ പുറത്തു പറയണ്ട. പള്ളിക്കൂടംകാരോട് എന്തെങ്കിലും ധീരമായിട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞാൽ മതി. നാട്ടുകാർ ചോദിച്ചാൽ അതിന്റെ ഏനത്തിൽ എന്തെങ്കിലും കാച്ചിയേര്. വേണമെങ്കിൽ പോലീസുകാരെ വിളിച്ച് പറഞ്ഞാ രായ്ക്ക് രമൻ രണ്ടിനും തപ്പിയെടുത്ത് കൊണ്ടുവരും. പിന്നെ പത്രക്കാരായി നാട്ടുകാരായി മാനം കപ്പലേറാൻ പിന്നെ എന്നാ വേണം? പാപ്പച്ചിയും പറഞ്ഞ അത് തന്നെയാ. ഇളമിടെ മോനെ കോട്ടയം SP. എന്നാ പിന്നെ കുഞ്ചെറിയ അങ്ങോട്ട്. ഓ ഞാൻ കയറുന്നില്ല മക്കളെ, പിന്നീടാവാം. എന്നതായാലും നമ്മൾ ബന്ധുക്കളാവാൻ പോവല്ലയോ. ആ എടാ പാപ്പിയേ, എടാ ഉവ്വേ, അതിങ്ങ് എടുത്തേര്. തിരുവല്ലായിലെ ഹോട്ടൽ മുറിയിലെ പെങ്കോ ചിട്ടേച്ച് പോയതാ. സ്ലേറ്റും പുസ്തകവും വെച്ചാ. ആ വെച്ചാട്ടെ. ഷെലി, ഷെലി ഞാൻ പോട്ടെ. ഈ നേരത്ത് വീട്ടിൽ വന്ന് ഉണ്ടാവില്ലെന്നറിയാം, അതാ ഇങ്ങോട്ട് വന്നേ. ഇതെന്റെ കസിനാ ഷിജു. ഹായ്. എന്നാ പിന്നെ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. നീ നിന്റെ ഫുഡ്ബിയെ വീട്ടിൽ കൊണ്ടാക്കിട്ട് വാ. ഇനിയിപ്പോ ഒളിച്ചും പാത്തൊന്നും വേണ്ടല്ലോ. എന്നാ പോവല്ലേ? അയ്യോ വേണ്ട, ഞാൻ നടന്നു പോയിക്കൊള്ളാം. ഇന്നലെ ബോംബെയിലുള്ള ഇളയമ്മ വിളിച്ചായിരുന്നു. ഷേലിയുടെ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കണോണ്ട് ഇളയമ്മയ്ക്ക് ഒരേ നിർബന്ധം. ആൻഡ്രൂസിലെ ഐലൻഡ് ഒരു ഫോട്ടോ ഉണ്ടല്ലോ. അത് ഇലന്തൂരിലെ പെങ്ങൾ വന്നപ്പോ കൊണ്ടുപോയി. കല്യാണം കഴിഞ്ഞ് ചെല്ലുമ്പോഴേക്ക് ഇളയമ്മ ഷേർലിക്ക് ഒരു ജോലി ശരിയാക്കി വെക്കാന്നാ പറയുന്നത്. ഈ ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന ജോലി ഷേർലിക്ക് ഇഷ്ടമാണോ? എടാ വിളിച്ചു കയറ്റി കൊണ്ടുപോടാൻ നേരം കളയാതെ. വേണ്ട, പപ്പയുള്ളപ്പോ ഒരു ദിവസം വീട്ടിലോട്ട് വാ, ഫോട്ടോ തരാം. ഇപ്പൊ ഞാൻ നടക്കട്ടെ. ഒരു ദുരന്തത്തിലേക്കാണ് നമ്മൾ നടന്നു നീങ്ങുന്നത്. ഇനിയും ഒരു തിരിച്ചറിവ് ഉണ്ടായില്ലെങ്കിൽ അതിന് കൊടുക്കേണ്ടി വരുന്ന വില വളരെ കൂടുതലായിരിക്കും. 33% സ്ത്രീ സംവരണം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് നിഷേധിച്ചു പിടിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സതിയുടെയും ശീലാവതിയുടെയും സീതാദേവിയുടെയും ചിത്രങ്ങൾ കാണിച്ച് വോട്ട് തട്ടിയെടുത്തവരാണ് സുഹൃത്തുക്കളെ. പൈതൃകമായ സംസ്കാരത്തിന്റെ പേരിൽ അഭിമാനിക്കുന്നവർ തന്നെയാണ് ഞാനും നിങ്ങളുമൊക്കെ. പക്ഷേ കാട്ടുനീതികളും അനാചാരങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. കഴിയുമോ? ഇല്ല. പാശ്ചാത്യ രാജ്യങ്ങളിൽ വ്യവസായ വിപ്ലവം. എനിക്ക് വയ്യ, എനിക്ക് തീരെ വയ്യ. എനിക്കതിന് മനസ്സ് വരുന്നില്ല കഴിക്കാൻ. 4 ദിവസമായി പിള്ളേര് അവരാരും കഴിച്ചിട്ടില്ല. 4 ദിവസം? നിങ്ങളിത് എന്ത് ഭാവിച്ച? എനിക്ക് മനസ്സിലാവാണ്ട് ചോദിക്കുക.
കുടുംബത്തോടെ പട്ടിണി കിടന്നാൽ അത് അറിഞ്ഞു കിട്ടി ഡിസംബർ ഉടനെ തിരിച്ചു വരൂ. അങ്ങനെ വല്ല മായാജാലും അറിയാമെങ്കിൽ ഞാനിവിടെ പട്ടിണി കിടക്കാം. ഇതങ്ങോട്ട് വാങ്ങിച്ച് അരി സാധനങ്ങൾ വാ, വേഗം കാലമാക്കും. ഞാനും ഇന്ന് ഇവിടുന്ന് ഊണ് കഴിച്ചിട്ടേ പോന്നുള്ളൂ. മോളെ, ദൈവത്തിന്റെ സ്ഥാനം നൽകി നിങ്ങൾ യേശുവിനെ ഭജിക്കുന്നു. ഞാനും കുടുംബവും അതേ സ്ഥാനത്ത് രാമനെയും കൃഷ്ണനെയും വെച്ച് ആരാധിക്കുന്നു. നമ്മൾ ആരെയും കൊള്ളയടിക്കാനോ കൊല്ലാനോ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ കടുത്ത ശിക്ഷയൊന്നും ദൈവം നമുക്ക് തരില്ല. ലിസമ്മ അവളുടേതായ ഒരു തീരുമാനം എടുത്തു. അത് നല്ലതിനാണെന്ന് വിചാരിക്കുക. ഇനി അങ്ങനെ അല്ലെങ്കിൽ അത് അവളുടെ വിധി. വിധിയെ തടുക്കാൻ നമ്മൾ പട്ടി കിടന്നുകൊണ്ടാവൂ? വിശക്കുന്നു, വേഗം ആവട്ടെ. താൻ പോയി കുപ്പായൊക്കെ ഒന്ന് ഒരുപാട്. വീട്ടിലൊരു വിരുന്നേരം വന്നാൽ ഇങ്ങനെയാണോ പെരുമാറുന്നത്? പത്രം തുറന്നാ മന്ത്രിമാര് 10 ലക്ഷം മോഷ്ടിച്ചു 50 ലക്ഷം മോഷ്ടിച്ചു എന്ന് മാത്രമേ കാണാനുള്ളൂ. അവരൊന്നും ആരും സസ്പെൻഡ് ചെയ്യുന്നില്ല, എൻക്വയറി നടത്തണില്ല. പാവപ്പെട്ട ഈ അത്തപ്പാടി ജോണിക്കുട്ടി ലീക്കായ ഒരു ബാറ്ററി എടുത്ത് വിറ്റപ്പോ അത് മോഷണമായി, എൻക്വയറി ആയി, സസ്പെൻഷനായി. ഭരണം ഒന്ന് മാറട്ടെ. എന്നെ സസ്പെൻഡ് ചെയ്ത എല്ലാത്തിനും ഞാൻ അട്ടപ്പാടിയിലേക്ക് കട്ടും. ഇത്തിരി കറിയും കൂടി ഇങ്ങ് ഒഴിച്ചേടി. നിന്റെ വറുത്തരച്ച കറിയുടെ ക്വാളിറ്റി ഒന്നും ഇല്ലട്ടാ ഈ ചാറിന്. സസ്പെൻഷനിൽ നിൽക്കണ ഒരു ഡിപ്പാർട്ട്മെന്റ് ഡ്രൈവർക്ക് ഇത്രയൊക്കെ മതി എന്നായിരിക്കുമല്ലേ? നീ പറഞ്ഞില്ലേ ഞാൻ മദ്യപിച്ച് മതോന്മത്തനായിട്ട് നടക്കാണെന്ന്? 3 ദിവസം ഞാൻ മദ്യപിച്ചിട്ട് 3 days. എന്റെ ഓർമ്മയിൽ ഞാൻ 3 ദിവസം കഴിക്കാതിരുന്നത് പണ്ട് എനിക്കും മുണ്ടുനീര് വന്ന് കിടന്നപ്പോഴാ. എന്റെ വിഷമം ആര് കാണാനാ? നീയും എന്നെ മനസ്സിലാക്കണ്ട. നിങ്ങൾ വേഷം കെട്ട് മതിയേക്ക് ചോറ് വന്നിട്ട് പോവാൻ നോക്കി. എന്റെ നിലയും വിലയും വെച്ച് നോക്കുമ്പോ ഞാനിങ്ങനെ സസ്പെൻഷനിൽ നിൽക്കേണ്ടവനല്ല. അല്ലെങ്കിൽ തന്നെ സസ്പെൻഷൻ ഇന്നൊരു നാളെ പോവും. പക്ഷെ മനുഷ്യന്മാരെന്നും മനുഷ്യന്മാരായിരിക്കണം. മനുഷ്യന്മാരെ മനസ്സിലാക്കണം. എന്റെ ജോണിച്ചായ, നിങ്ങളൊന്ന് വേഗം കഴിച്ചേ. പപ്പയൊന്നും കഴിച്ചിട്ടില്ല. ഷേളി പോയി പപ്പയെ വിളിക്ക്. ഞാൻ വേഗം തിന്ന് തൊണ്ടേ കുരുങ്ങി ചത്ത. നിനക്ക് വേറെ കെട്ടാനല്ലേ? ഞാൻ പതുക്കെ തിന്നുള്ളൂ. പപ്പ കഴിക്കാൻ വാ. നിങ്ങൾ കഴിച്ചോ, ഞാൻ വന്നോളാം. പപ്പ വന്നിട്ടേ ഞങ്ങൾ കഴിക്കുന്നുള്ളൂ. പപ്പ പറഞ്ഞേക്ക്, മക്കൾ കഴിച്ചോ. പപ്പ കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ. മോളിങ് വന്നേ. ഈ ലിസമോക്ക് പപ്പയോട് വെറുപ്പായിരുന്നു. എന്നാ പപ്പ ഇത്? പപ്പയുടെ ഭാഗത്ത് കുഴപ്പങ്ങളുണ്ട്. മോളെ ഡോക്ടറാക്കാനുള്ള മോഹം മനസ്സിൽ വെച്ച് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒത്തിരി കഷ്ടപ്പെടുത്തി. വെളുപ്പാൻ കാലത്ത് വിളിച്ചുകൊണ്ട് പഠിപ്പിച്ച് മാർക്ക് കുറഞ്ഞപ്പോൾ ചീത്ത പറഞ്ഞു. എല്ലാത്തിനും കാരണക്കാരത്തി ഇവളാ ലിലിക്കുട്ടി, നിങ്ങളുടെ അമ്മ. നടപ്പിലാക്കാൻ റാണിയില്ലാത്ത മോഹങ്ങൾ തന്നിട്ട് അവളങ്ങ് പോയി. നീന്തൽ അറിയാത്തവൻ നടുക്കടലിൽ പെട്ടതുപോലെ ഞാനിവിടെ കിടന്ന് മരണപ്രാളം കാണിക്കുക. അവൾക്ക് ഇതൊന്നും അറിയണ്ടല്ലോ. നീയും ട്രീസയും കുഞ്ഞുനാളിലെ പഠിക്കാൻ വണ്ടികളായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ പപ്പക്ക് മോഹഭംഗമില്ല. പക്ഷെ വിസമ്മതല്ല. അവള് പപ്പയെ കൊതിപ്പിച്ചു, വെച്ചനേറ്റ് പിൻവലിച്ച് ചതിച്ചു. പപ്പ എന്നാ ഇത്? അപ്പുറത്തെ ചോണിച്ചായനൊന്നും അറിഞ്ഞിട്ടില്ല. ലിസമ്മ എന്തെന്ന് ചോദിച്ചപ്പോ ഞങ്ങള് ദേവകാന്റിയുടെ വീട്ടിൽ പോയേക്കോന്നാ പറഞ്ഞേക്കുന്നത്. മക്കൾ പോയി കഴിച്ചോ, പപ്പ വന്നോളാം.
മോളെന്തി ഡിസമ്മ ഒന്നുമില്ലേ? എടോ തന്റെ മോൾ എന്നതാ എന്റെ മടിച്ചിലത്തുമ്പിൽ ഇരിക്കുവാന്നോ? അല്ല താൻ എന്നാ അർത്ഥത്തിലാ തന്റെ മോള് വന്നില്ലേന്ന് എന്നോട് ചോദിക്കുന്നേ? അല്ല കുഞ്ചറിയാച്ചൻ പറഞ്ഞു നിങ്ങൾ തരവഴിത്തരം പറയരുത്. തന്റെ മോള് വല്ലവന്റെ കൈ തൂങ്ങി പോയിട്ടുണ്ടെങ്കിലേ ആ വഴിക്ക് അന്വേഷിക്കണം. താൻ എന്തറിഞ്ഞിട്ടാണോ മാനമര്യാദക്ക് ജീവിക്കുന്ന എന്റെ വീട്ടിൽ കയറി വന്നിട്ട് തന്റെ മോളെ ഞാൻ അടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞു? എന്താ പറ്റിയേ? ചേട്ടാ ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ബോംബെയിലായിരുന്നു. ഞാൻ മാത്രമല്ല എന്റെ കുറച്ച് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ഇന്ന് കാലത്ത് വന്നപ്പോഴല്ലേ ഇവിടെ നടന്ന തൊന്തരമൊക്കെ അറിയുന്നത്. ഞാനില്ലാത്ത നേരത്തെ ഇയാൾ എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്റെ അപ്പച്ചനോടും അമ്മച്ചോടും പറഞ്ഞേക്കുവാ ഇയാളുടെ മോളെ ഞാൻ തട്ടിക്കൊണ്ടു പോയെന്ന്. രോമിച്ചൻ ലിസമ്മയ്ക്ക് കൊടുത്ത എഴുത്തുകൾ ഞാനും കണ്ടതാ. ഒരു ബന്ധുവില്ലാത്ത ഒരു പെണ്ണിന് ആരെങ്കിലും പ്രേമലേഖനം കൊടുക്കും? അതിപ്പോ ആമ്പിള്ളേരാകുമ്പോ പെമ്പിള്ളേർക്ക് ഒരു കത്തൊക്കെ കൊടുത്തെന്നൊക്കെ ഇരിക്കും. എന്നും കണ്ട ഐറ്റങ്ങൾ അടിച്ചോണ്ട് മുങ്ങുക. എടാ അഥവാ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പ പ്രതിഫലം പറ്റിയിട്ടുണ്ടാവും വന്നോളുമാര്. താനാള് കൊള്ളാമല്ലോടോ. മോക്കൊണ്ടെന്നൊരു ആലോചന. പോയാലൊരു വാക്ക് കിട്ടിയാലോ? പുളിയാങ്കുന്നിലെ കുഞ്ചറിയാച്ചന്റെ മോൻ. മോള് പോയിട്ടുണ്ടെങ്കിലേ അവളിങ്ങി വരും കൈ നിറയെ കാശുമായിട്ട്. എന്നെ അങ്ങ് വിട്ടേര്. അടിച്ച് പറയണം. ഈ വാഴച്ചുണ്ട് പൊട്ടുമ്പോ ഫാക്ടം ബോസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൂക്കി തൂക്കി കൊടുക്കണം. പിന്നെ ഈ കൊലയൊക്കെ വളർന്നു വന്ന് താഴെ മുട്ടും. അതങ്ങ് വിട്ടേക്ക്, അല്ലെങ്കിൽ ചെകിട് പൊട്ടും. ജോണി ചായം വരുന്നത് അറിഞ്ഞ് പപ്പ കാലത്ത് പടല എണ്ണി വെച്ചിട്ട് പോയതാ. പപ്പ എണ്ണിന്ന് പറഞ്ഞ് എനിക്ക് എണ്ണിക്കൂടെ? ഇതാ നിന്റെ കുഴപ്പം. ചുമ്മാ തെറ്റിദ്ധരിക്കും. സമയദോഷം കൊണ്ടാ. അല്ലെങ്കിൽ എത്രയോ ബാറ്ററി എത്രയോ സർക്കാർ ഡ്രൈവർമാർ അടിച്ചു മാറ്റി വിൽക്കുന്നു. പിടിക്കുന്നുണ്ടോ? ഇല്ല. കുഞ്ചുക്കണി ഞാൻ പറഞ്ഞത് അച്ചട്ടാ. അല്ല നമ്മുടെ സഭാ നിയമപ്രകാരം ചെയ്യാൻ പാടില്ലാത്തതാ. നീ എന്നോട് പൊറുക്കണം. എന്നാത്തിനാ? നീ പുറത്തുനിന്ന് വാക്ക് തന്നാലേ ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾ എന്താന്ന് വെച്ച കാര്യം പറയണ്ടേ ചായ? നമുക്ക് കഷ്ടകാല. ഓ അതിപ്പോ നിങ്ങൾ കെട്ടിയപ്പോലെ തുടങ്ങിയതല്ലേ? നീ തമാശ കള ട്രീസേ. തമാശ കളയാൻ എന്താ? സഭക്കാരറിയരുത്. കഴിഞ്ഞ ആഴ്ച ഞാൻ എന്റെ സമയം ഒന്ന് നോക്കിച്ചു. കുഞ്ചുക്കണി എന്റെ അടുത്തേ വ്യാഴം ഒന്ന് മാറിയാൽ രക്ഷപ്പെടുന്ന അയാൾ പറയണത്. ഒരു 3000 രൂപ മുടക്കിയ വേഴത്തെ ഈസി ആയിട്ട് മാറ്റാം. നീ ഒരു 3000 രൂപ സംഘടിപ്പിച്ചാടി നമ്മുടെ കഷ്ടകാലം ഞാൻ മാറ്റിത്തരാം.